നിൽക്കൂ നിൽക്കൂ, അവിടെ നിൽക്കൂ, നിങ്ങൾക്ക് എന്തു ഭക്ഷണമാണ് വേണ്ടതെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് തരാം. ആ സമയത്ത് ഈ മനുഷ്യൻ തിരിഞ്ഞു നിന്ന് പറഞ്ഞു, 1,24,000 അമ്പിയാക്കളുടെ ശഫാഅത്ത് റെക്കമെന്റ് കിട്ടിയിട്ടല്ലേ, റെക്കമെന്റിന് ശേഷമല്ലേ ഒരു കുഞ്ഞിക്കൈര് കഞ്ഞി കുടിക്കാൻ എനിക്ക് കൂടുക, തൽക്കാലം വേണ്ട, നിങ്ങൾ തന്നെ കുടിച്ചോ എന്ന് പറഞ്ഞു പോയി. അതിനുശേഷം ആ മഹാൻ ഒരു പാവപ്പെട്ടവനെയും അവഗണിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു എഴുതുന്നത് കാണാം. ഞാൻ പറഞ്ഞു വരുന്നത് ചെറിയ കാര്യമല്ല കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത്. നൂറുകണക്കിന് സംഭവങ്ങള്, ആയത്തുകള്, ഹദീസുകള് എല്ലാം ഓതാനുണ്ട്, പറയാനുണ്ട്. സമയം അനുവദിക്കുന്നില്ല. കാരണം നേരത്തെ 5 മണി മുതൽ 6:30 വരെ നിങ്ങൾ കേട്ടതാണ്. ഇനി വീണ്ടും ഞാൻ നീട്ടി സംസാരിക്കുന്നത് ശരിയല്ല. അതിഥികൾ വേറെയുമുണ്ട്, അവർക്ക് വേണ്ടി വഴിമാറുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ സംഘടന, ഈ സംഘടനയ്ക്ക് താങ്ങും തണലുമായി നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ വിട്ട് നിങ്ങളുടെ ക്ഷേമാഐശ്വര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് ജീവിക്കുന്നതിനിടയിൽ നിങ്ങൾ പരിശുദ്ധ ദീനിന് വേണ്ടി നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ അള്ളാഹു ഹായിബാക്കുകയില്ല. അള്ളാഹു അർഹമായ പ്രതിഫലം തരട്ടെ, അള്ളാഹു അർഹമായ പ്രതിഫലം തരട്ടെ. മാഷ് ചോദിച്ചപ്പോൾ നിങ്ങളൊക്കെ കൊടുത്തു. അള്ളാഹു അത് ഹസനാത്തിന്റെ തട്ടിൽ അള്ളാഹു നിങ്ങൾക്ക് ഭാരമുള്ള അമലാക്കി തരട്ടെ. അള്ളാഹു വലിയ ഭാരമുള്ള അമലാക്കി തരട്ടെ. അത് കാരണം അള്ളാഹു നാളെ ആഖിറം സലാമത്താക്കി തരട്ടെ. അള്ളാഹു ആഖിറം സലാമത്താക്കി തരട്ടെ. അള്ളാഹു ആഖിറം സലാമത്താക്കി തരട്ടെ. ബഹുമാനപ്പെട്ട സാദാത്തുക്കൾ നമുക്കുണ്ട്, ആലിമീങ്ങൾ നമ്മുടെ പിന്നിലുണ്ട്. അവരൊക്കെ സംസാരിക്കാൻ നമ്മുടെ സംഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത നേരത്തെ പറഞ്ഞല്ലോ, ആലിമീങ്ങളെയും സാദാത്തുക്കളെയും അനുസരിക്കലാണ്. ഞാൻ പറയുന്നത് ഈ പ്രസ്ഥാനത്തിൽ അല്ലാതെ വേറെ എവിടെയും നമുക്ക് കാണാൻ പറ്റാത്ത ഒരു പ്രത്യേകതയാണ് ആലിമ് സയ്യിദിനെ ആദരിക്കലും സയ്യിദ് ആലിമിനെ തിരിച്ചാദരിക്കലും. ഞാൻ തീർത്തു പറയുന്നു, ഈ പ്രസ്ഥാനത്തിൽ മാത്രമേ അതുള്ളൂ. ആലിമീങ്ങളെ സയ്യിദന്മാർ ആലിമീങ്ങൾ ആദരിക്കാറുണ്ട്, പക്ഷെ സയ്യിദ് ആലിമിനെ തിരിച്ചാദരിക്കുന്നത് ഈ പ്രസ്ഥാനത്തിൽ മാത്രമേ കാണുന്നുള്ളൂ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളുട്ടിയാണ്, ഒരു സയ്യിദാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ ഓതിപ്പടിക്കുകയാണ്. സയ്യിദ് റളിയല്ലാഹു അൻഹു സീനിയറാണ്, അവിടെ ഓതിപ്പടിക്കുകയാണ്. റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം സയ്യിദ് റളിയല്ലാഹു അൻഹു വലിയ ആലിമാണ്, മദീനയിലെ മുദരിസാണ്. ആ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ വാഹനത്തിന്റെ മൂക്കയറ് പിടിച്ച് ഉസ്താദിനെ ഖിദ്മ ചെയ്ത് നടക്കുമ്പോ ഉസ്താദ് പറഞ്ഞു, തങ്ങളുട്ടി നിങ്ങളത് പിടിക്കരുത്. അങ്ങനെ ഉണ്ടാവും നമ്മുടെ ഉസ്താദ്മാരെടുത്ത് തങ്ങളുട്ടികളൊക്കെ വന്ന് ഓതുമ്പോ, സയ്യിദന്മാരെ വന്ന് ഓതുമ്പോ ഭയങ്കര ബഹുമാനായിരിക്കും അവരോട്. നിങ്ങളത് പിടിക്കരുത്, നിങ്ങൾ ഈ പണിയെടുക്കരുത്. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങള് സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ മറുപടി, ഹക്കദാ അല്ലമനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നഫഅല ബി അഹ്ലി ബൈത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്ലു ബൈത്തിനെ കൊണ്ട് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് ഞങ്ങളെ അള്ളാഹുവിന്റെ അഹ്ലുൽ ഇൽമിനെ കൊണ്ട് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളെ ആദരിച്ചത് എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്നാ ശരി, നിങ്ങളിങ്ങ് വരൂ എന്ന് പറഞ്ഞു. വാഹനപ്പുറത്ത് നിന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹു ഇറങ്ങി, നിങ്ങളുടെ കയ്യിന്ന് നീട്ടണം, മുദ്ദയതൊക്കെ നിങ്ങളെ കയ്യിന്ന് നീട്ടണം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് കൈ നീട്ടിക്കൊടുത്തു. എന്തിനാണെന്നറിയില്ല, ആ കൈ പിടിച്ച് ചുംബിച്ചുകൊണ്ട് ഉസ്താദ് സയ്യിദ് റളിയല്ലാഹു അൻഹു പറയാ, ഹക്കദാ അല്ലമനാ റസൂലുള്ളാഹി അൻ നഫഅല ബി അഹ്ലി ബൈത്തി റസൂലില്ലാഹ്. ഇൽമുള്ളവനെ കൊണ്ട് ഇങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ഹബീബ് പഠിപ്പിച്ചതിന്റെ ഭാഗമായി ഇൽമിന്റെ പേരിൽ തങ്ങളെന്നെ ആദരിച്ചെങ്കിൽ അഹ്ലു ബൈത്തിനെ കൊണ്ട് ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തങ്ങളെ ആദരിക്കുന്നു എന്ന് പറയുന്നു. ഈ ഒരു അവസ്ഥ ഇന്ന് കാണാൻ കഴിയുന്നത് നമ്മുടെ പ്രസ്ഥാനത്തിൽ മാത്രമാണ്, അല്ലെ? സയ്യിദന്മാർ ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ് ഏത് ചെറിയ തങ്ങളുട്ടിയെയും വല്ലാതെ ബഹുമാനിക്കും. എന്നാലോ നമ്മൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്, എല്ലാ തങ്ങന്മാരും ഉസ്താദ് വരുമ്പോൾ നമ്മൾക്ക് എഴുന്നേൽക്കുന്നു. അവർക്കറിയാം കുടുംബപരമായിട്ട് അവരാണ് ഉയർന്നവരെന്നറിയാം. അറിയാത്തത് കൊണ്ടല്ല, ഇൽമിനെ ബഹുമാനിക്കുന്നു. തീർച്ചയാണ്, നേതൃത്വം സമ്മതിച്ചു കൊടുക്കുന്നു. അതാണ് നടക്കുന്നത്. മുസ്ലിയാർ തങ്ങളെ ആദരിക്കുന്നു, തങ്ങൾ മുസ്ലിയാരെയും ആദരിക്കുന്നു. വല്ലാത്തൊരു കാഴ്ചയാണ്. തീർച്ചയായിട്ടും ഈ പ്രസ്ഥാനത്തിന്റെ അടിത്തറയും ഈ പ്രസ്ഥാനത്തിന്റെ ഇസ്സത്തും വിജയവും അത് തന്നെയാണ്. അള്ളാഹു നമുക്ക് ഈ പ്രസ്ഥാനത്തിന് മരിക്കോളും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അള്ളാഹു തങ്ങന്മാരുടെയും ഉലമാക്കളുടെയും തണലിൽ ജീവിച്ച് അവരുടെ പൊരുത്തം നേടി, ഹബീബിന്റെ പൊരുത്തം നേടി, അള്ളാഹുവിന്റെ പൊരുത്തം നേടി സ്വർഗം നേടാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.
പോയതിന്റെ പേരിൽ, കുറവായതിന്റെ പേരിൽ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പങ്കെടുക്കുന്നതുകൊണ്ട് ആശംസ അർപ്പിച്ച് നമ്മുടെ ഈ യോഗത്തിന്റെ മുഖ്യ ബഹുമാനപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ടത് നമുക്ക് ദ്വാ ചെയ്തത്, ആ ദ്വായിൽ പങ്കെടുത്ത് നിർവൃത്തി കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് റൂമിലേക്ക് മടങ്ങണം. അതിനു മുമ്പായി നമ്മുടെ സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട മരിയമുട്ടി വാർത്തകൾ ബഹുമാനപ്പെട്ട السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق مولانا العظيم. قال النبي صلى الله عليه وسلم: كن في الدنيا كأنك غريب أو عابر سبيل. صدق رسول الله. മഹാന്മാരായ സാദാത്തുക്കൾ, ആലിമീങ്ങൾ ധാരാളം എന്റെ പേരിൽ വരാനിരിക്കുന്നതുകൊണ്ട് അത് ഏറ്റവും പ്രധാനമായി മഹാനായ സമസ്ത കേരള സുന്നീയ സംഘം സംസ്ഥാന ഉപാധ്യക്ഷൻ, നമ്മുടെ ആത്മീയ നേതാവ് കൂടിയായ മഹാനായ തങ്ങളുടെ ഉപദേശവും ദുആവും പ്രതീക്ഷിക്കുന്ന സമയത്ത് നീട്ടുന്നില്ല, ആശംസയിൽ ഒതുക്കുകയാണ്. 2 പോയിന്റാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തിയത്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ, അല്ലാഹുവിനെ തഖ്വ ചെയ്യുക. നമുക്കറിയാം തഖ്വ വിവിധ മർത്തബകളാണ്. ആ ഏത് മർത്തബയായാലും ശരി, അല്ലാഹുവിന് പരിപൂർണമായി വഴിപ്പെടുക എന്നാണ് അതിന്റെ ഒരു ചെറിയ സാരം. അപ്പൊ അല്ലാഹുവിലേക്ക് പൂർണ്ണമായി വഴിപ്പെടുക, അല്ലാഹുവിന്റെ വിധി വിലക്കുകൾക്ക് അനുസൃതമായി ജീവിക്കുക. ഇംതിസാല് അവാമിരില്ല, അല്ലാഹുവിന്റെ മുഴുവൻ ആജ്ഞകളും സ്വീകരിച്ച് ഒരുത്തിനാബ് നവാഹി, അല്ലാഹു നിരോധിച്ച മുഴുവൻ കാര്യങ്ങളും വെടിഞ്ഞ് ജീവിക്കുക. ഏറ്റവും പ്രധാനമായ പരമമായ നമ്മുടെ പ്രധാനമായ വിഷയം തഖ്വയാണ്. അതുകൊണ്ടാണ് എല്ലാ ആഴ്ചയിലും നമ്മുടെ ഖത്തീബുമാർ, ഉസ്താദുമാർ പള്ളിയിൽ വെച്ച് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തഖ്വ കൊണ്ടുള്ള വസിയ്യത്ത് ഖുത്ബയുടെ ഫർളായി, 3ാമത്തെ ഫർളായി അത്